വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ വീഡിയോ റിലേഷൻഷിപ്പിൽ സെപ്പറേഷനൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബ്രേക്കപ്പ് അല്ലെ സെപ്പറേഷൻ, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് ഈ ഒരു സെപ്പറേഷൻ അവർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അവർ ഈ സമയത്ത് എങ്ങനെയാണ് അവരെ ഈ ഒരു സെപ്പറേഷൻ ഇഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടോ എന്നുള്ളതും കൂടിയാണ് നോക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൻ്റെ ട്രൂത്ത് എന്താണെന്നും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. കാർഡ്സ് നോക്കാം. ഗൈഡൻസ്, aloneness beyond illusion, clinging to the past, control, patience, we are the world. അത് താഴെ ഫോളോ കാണുന്നതാണ്. myself, mind. ബോട്ടം ഓഫ് ദ ഡെക്ക് ഇൻ്റഗ്രേഷൻ ആണ് വന്നിരിക്കുന്നത്. Emperor, 5 of Pentacles, Moon, 9 of Pentacles, Queen of Swords, Knight of Wands, Page of Pentacles. ബോട്ടം ഓഫ് ദ ഡെക്ക് ഹയറോഫൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇതൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉള്ളൊരു റിലേഷൻഷിപ്പാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യക്തിക്ക് ഈ ഒരു സമയം നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിലെ സിറ്റുവേഷൻ എന്തായാലും ഈ സമയത്ത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ വ്യക്തിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മനസ്സിലാവുന്നത് ഇതൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്നും നിങ്ങൾക്ക് രണ്ട് പേർക്കും ഇതിലൊന്നും ചെയ്യാനില്ല. കാരണം ഇതിൻ്റെ ഫുൾ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ഡിവൈനിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് ഗൈഡൻസ് എന്നുള്ള കാർഡാണ്. അതിൻ്റെ നമ്പർ 3 ആണ് വന്നിരിക്കുന്നത്. ഈ നമ്പർ 3 കാണിക്കുന്നത് തന്നെ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. അതായത് സ്പിരിച്വാലിറ്റിയാണ് ഈ 3 എന്ന് പറയുന്നത്. 333 അതുപോലെ 3 ഏത് 3ൽ വരുന്നതും ഒരു സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പോൾ ഇവിടെ ഗൈഡൻസും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 നമ്പറും ഗൈഡൻസും കാണിക്കുന്നത് ഡിവൈൻലി നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് രണ്ടുപേരും സ്റ്റക്കായിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ റിലേഷൻഷിപ്പ് അവസാനിച്ചില്ല, സ്റ്റക്കല്ല എന്നുള്ളതാണ്. കാരണം രണ്ടുപേരും ഇവിടെ ഗ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടേതായ ഒരുപാട് കർമാസ് തീർക്കാനുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫ്രീഡത്തിലോട്ടേക്ക് വരാനുണ്ട്. രണ്ടുപേരും ഇൻഡിവിജ്വൽ ആകാനുണ്ട്. മേ ബി രണ്ടുപേരും ഡിപ്പെൻഡഡ് ആയിരിക്കും. പലരെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ ഈ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം, അതുപോലെ ഈ വ്യക്തി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം. ആരെയെങ്കിലുമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രകൃതമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത് രണ്ടുപേരും നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് വരാനുണ്ട്. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഫ്രീഡം വരാനുണ്ട്. അപ്പോൾ ഈ ഫ്രീഡം വരാമെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം മസ്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത്. മാത്രമല്ല എല്ലാ കാര്യത്തിലും ഫ്രീഡം തന്നെയാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾക്ക് ഈ ഒരു എല്ലാ കാര്യത്തിലും ഒരു ഫ്രീഡം വരുന്നത്, ഇൻഡിവിജ്വാലിറ്റിയിൽ നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ പറ്റുന്നത്, ആ ഒരു സമയത്താണ് രണ്ടുപേർക്കും ഇനിയൊരു റീയൂണിയൻ ഉള്ളത്. അത്ര വരെ നിങ്ങൾക്ക് ഇവിടെ ഹയറോഫൻ്റ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത്. അത്ര വരെ നിങ്ങൾക്ക് പല ലെസണും ലേൺ ചെയ്യേണ്ട ഒരു സമയമാണ്.
അതിനുവേണ്ടി നിങ്ങളിലേക്ക് പല ഗുരുക്കന്മാരും വന്നേക്കാം. നിങ്ങളിൽ ആര് വരുന്നതും ഇപ്പോൾ നിങ്ങൾക്കൊരു ലെസണാണ്. അതായത് നിങ്ങൾ പുതിയ ആരെങ്കിലുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞാലും അത് നിങ്ങൾക്ക് ഒരു ലെസൺ ലേൺ ചെയ്യാനുള്ള ഒരു സമയം ആയതുകൊണ്ടാണ്. അത് നിങ്ങളിലേക്ക് വരുന്ന പല അനുഭവങ്ങളായാലും പല വേർഡ്സ് ആണെങ്കിലും നിങ്ങളിലേക്ക് വരുന്ന ഇൻഫോർമേഷൻ ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് ലേൺ ചെയ്യാനുള്ളൊരു സമയമാണ്. അത് ഈ റിലേഷൻഷിപ്പിലല്ല നിങ്ങൾ ലേൺ ചെയ്യേണ്ടത്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്കാണ്. അതായത് റിലേഷൻഷിപ്പ് മാത്രമല്ല ഇവിടെ ഉള്ളത്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങളും നിങ്ങൾ ഇനി എങ്ങനെയൊക്കെ ഗ്രോ ചെയ്യാനുണ്ട് അത്രയൊക്കെ ഗ്രോ ചെയ്താൽ മാത്രമേ ഇനി ഈ റിലേഷൻഷിപ്പ് കണക്റ്റ് ആയിട്ട് വരൂ. ഇനി ഈ സമയത്ത് ഈ വ്യക്തിക്ക് ഫീൽ ആവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആളാകെ ഒറ്റപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ അവരുടെ ഇല്യൂഷനാണ് ഇവിടെ കൂടുന്നത്, ഇൻഡ്യൂഷൻ അല്ല, ഇല്യൂഷൻ നന്നായിട്ട് കൂടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവരൊരു മായാലോകത്തൊക്കെ ജീവിക്കുകയാണ്. പക്ഷെ അത് മായാലോകത്ത് ജീവിക്കുക എന്ന് പറയാനുള്ള കാരണം അവരിപ്പോഴും പാസ്റ്റിൽ ഹാങ് ആണ് എന്നുള്ളതാണ്. അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പാസ്റ്റിലെ പല കാര്യങ്ങളും അവരെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പാസ്റ്റിലെ പല കാര്യങ്ങളും അവരുടെ മനസ്സിൽ 1 by 1 ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എത്രത്തോളം അവർ ആ പാസ്റ്റ് ഇൻസിഡൻസിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് ഇവരിലേക്ക് ആ ഒരു പാസ്റ്റിൽ നിങ്ങളുമായിട്ട് നടന്ന കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവരെത്ര കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടും അവരുടെ കൺട്രോളിൽ അത് നിൽക്കാത്ത കാര്യമാണ്. അവരുടെ മൈൻഡ് ആകെ ഡിസ്റ്റർബ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ അവർ ഇപ്പോഴും ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ മൈസറും എംററും കാണിക്കുന്ന അതാണ്, അവരവരുടെ ഉള്ളിലെ ഫീലിങ്സ് ഒന്നും നിങ്ങളോട് കാണിക്കാൻ തയ്യാറല്ല. അവരിപ്പോഴും ഈഗോയിസ്റ്റിക് ആയിട്ടാണ് നിൽക്കുന്നത്. അവരിപ്പോഴും നിങ്ങളുടെ ഭാഗത്ത്, ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് എനിക്കറിയില്ല, ഒരുപാട് പേര് കാണുന്ന റീഡിംഗ് ആണ്. അപ്പോൾ ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷേ ആരുടെ ഭാഗത്ത് തെറ്റായാലും ഇവർ വിചാരിക്കുന്നത് ഈ ഒരു സമയത്ത് ഇവരുടെ ഒരു തോട്ട് എന്ന് പറയുന്നത് നിങ്ങളാണ് ഇതിലെ എല്ലാ തെറ്റുകളും ചെയ്തത്, നിങ്ങൾക്കാണ് വാശി, നിങ്ങൾക്ക് ഭയങ്കര പിടിവാശിയുള്ള ആളായിട്ടാണ് അവർ കാണുന്നത്. മാത്രമല്ല അവർ നിങ്ങളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്തും ഹാൻഡിൽ ചെയ്യാനുള്ളൊരു പവർ ഉണ്ടെന്നും നിങ്ങളോട് അത്രയും ഒരു ബഹുമാനം ഇവർക്ക് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളെക്കുറിച്ച് ഒരു വലിയൊരു മതിപ്പുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ എന്നാലും ഈ വ്യക്തി നിങ്ങളോട് അത്രയും ഈഗോയിസ്റ്റിക് ആണ്, നിങ്ങളുടെ മുന്നിൽ ഒരു തരത്തിലും താഴ്ന്നു തരില്ല എന്നുള്ള ഒരിത് അവർക്കറിയാം. അവരെക്കാൾ ഒരു പടി മുന്നിലാണ് എല്ലാ കാര്യത്തിലും നിങ്ങൾ നിൽക്കുന്നത്. അത് ധൈര്യത്തിൻ്റെ കാര്യത്തിലായാലും ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാ കാര്യത്തിലും അവരെക്കാൾ എത്രയോ മുകളിലാണ് നിങ്ങൾ എന്നുള്ളൊരു ധാരണയാണ് അവർക്കുള്ളത്. അതാണ് അവർ ഈഗോ കാണിക്കാനുള്ള കാരണം. നിങ്ങളെക്കാൾ താഴ്ന്നു പോയല്ലോ എന്നുള്ള ഒരു ഈഗോ അവർക്ക് വരാനുള്ള കാരണം തന്നെ അതാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോയി എന്നുള്ളൊരു ധാരണയാണ് ഇവർക്ക്. എന്തോ നിങ്ങൾ വലിയ തെറ്റ് ചെയ്തു, ഇനി നിങ്ങൾ അങ്ങോട്ട് പോയാൽ തന്നെ അവർ ആ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് അവർ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള റെസ്പോണ്ടും തരാൻ തയ്യാറല്ല. ഈ സമയത്ത് രണ്ടുപേർക്കും ലെസൺ ലേൺ ചെയ്യേണ്ട ഒരു സമയമാണ്. അതുകൊണ്ടാണ് അവരുടെ രണ്ടുപേർക്ക് സ്നേഹം ഉണ്ടെങ്കിൽ പോലും ഇത് എവിടെയും എത്താത്തത്. കാരണം ഇതിൻ്റെ കൺട്രോൾ കംപ്ലീറ്റ് യൂണിവേഴ്സിലാണ്. ആ യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ഗൈഡൻസിൻ്റെ പ്രകാരം മാത്രമേ നിങ്ങളുടെ സോൾ മുന്നോട്ട് പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒന്നും ഇതിൽ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ്. അതായത് ഒരു കോണ്ടാക്റ്റ് വരും എന്നുള്ളതോ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. നിങ്ങൾ എപ്പോൾ റീയൂണിയൻ ആവും എന്ന് ചോദിച്ചാൽ റീയൂണിയൻ ആവും. ബട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് സ്പിരിച്വലി നിങ്ങൾ ഹൈ ആവാനുണ്ട്. മാത്രമല്ല നിങ്ങളിൽ ഇനിയും ഓപ്പൺ ആവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഇവിടെ മൂൺ കാർഡ് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളിൽ പലതും ഹൈഡിങ് എനർജി ആയിട്ടാണ് ഉള്ളത്. മീൻസ് ഈ റിലേഷൻഷിപ്പിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഓപ്പണായി വരാനുണ്ട്. മേ ബി ഇത് ട്വിൻ ഫ്ലെയിം റിലേഷൻ ആയിരിക്കാം. കാരണം ഇവിടെ കംപ്ലീറ്റ് ലെസൺ ലേൺ ചെയ്യുക, നിങ്ങൾ ഒരു ഡിപ്പെൻഡഡ് ആയെടുത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡായി ആ ഒരു അറ്റാച്ച്മെൻറ്റ് മാറി ആവാൻ പഠിക്കുന്ന ഒരു ഇതിലോട്ടേക്കാണ് വരുന്നത്. ഇത് നോർമലി വരുന്നത് ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ് വരാറ്. വളരെ റയറായിട്ട് കാർമിക്കിലും വരാറുണ്ട്. പക്ഷേ കാർമിക് കണക്ഷൻ ഈ ഒരു ലെസൺ ലേൺ ആയിരിക്കും. ബട്ട് ആ ഒരു റിലേഷൻഷിപ്പ് എൻഡായി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു റീയൂണിയൻ ഇല്ല. പക്ഷേ ഇവിടെ റീയൂണിയൻ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് ഇൻ്റഗ്രേഷനാണ് വന്നിരിക്കുന്നത്. അതൊരു യിങ് എനർജിയാണ്. അതായത് ഫെമിനൈൻ മാസ്കുലൈൻ എനർജി ബാലൻസിങ്ങിനെ കാണിക്കുന്നതാണ്. ഇതൊരു ട്വിൻ ഫ്ലെയിം ഇതായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. അവിടെ കുണ്ടലിനിയും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ട്വിൻ ഫ്ലെയിമിനെ കാണിക്കുന്നതാണ്. ഇതൊരു കാർമിക് റിലേഷനിലുള്ള ആൾക്കാരായിരിക്കില്ല ഇത് സെലക്ട് ചെയ്യുന്നത്. വളരെ റയറായിട്ട് മാത്രമേ ഒരു കാർമിക് റിലേഷനിലേക്ക് ഇത് വരാനുള്ള ചാൻസ് ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് ഇവിടെ ട്വിൻ ഫ്ലെയിം ജേർണി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം ഇതിലൊരു റീയൂണിയൻ ഉള്ളത് കൊണ്ടാണ്.
കാരണം ഇതൊരു ട്വിൻ ഫ്ലെയിം റീയൂണിയൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇനി ചിലരുടെ കേസിലാണ് ഇവിടെ ഒരു കാർമിക് റിലേഷൻഷിപ്പിലാണ് ഉള്ളതെങ്കിൽ ആ കാർമിക് റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് എൻഡ് ആയില്ല, ഇനിയും എന്തോ ഒരു കർമ്മ ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള കർമ്മ തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. എന്തായാലും ഒരു തിരിച്ചു വരവ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു സ്ഥിരതയില്ല. ഈ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ഥിരതയില്ലാത്തൊരു ബന്ധമായിട്ടാണ് നിൽക്കുന്നത്. നൈറ്റ് ഓഫ് വോൺസിൻ്റെ എനർജി കാണിക്കുന്നതാണ് ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും വന്നു പോകുന്ന ഒരു റിലേഷൻഷിപ്പ്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചു കഴിഞ്ഞാലും ഇതിലൊരു സ്റ്റെബിലിറ്റി വരില്ല. പക്ഷേ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഇത് വന്ന് പോയിക്കൊണ്ടേ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. എപ്പോഴായാലും വി ആർ ദ വേൾഡ്, അതായത് 10 ആണ് നമ്പർ, എപ്പോഴായാലും ഒരു ഫുൾഫിൽമെൻറ്റിൽ എത്തേണ്ട ഒരു ബന്ധമായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ രണ്ട് പേരുടെയും മനസ്സെന്ന് പറയുന്നത് പാസ്റ്റിൽ ഹാങ് ആണ്, കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ. ഇവിടെ ഒരു അലോൺനെസ്, ഇവിടെ ഇപ്പോൾ സംഭവിക്കേണ്ടത് ഒറ്റപ്പെടലാണ്. ഈ ഒറ്റപ്പെടലിലാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും തിരിച്ചറിവ് വരുന്നത്. പിന്നെ ക്ഷമയും ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ക്ഷമ എന്ന് പറയുന്നത് കാത്തിരിപ്പിനും ഒരു സുഖമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലെ കാത്തിരിപ്പിൻ്റെ ഒരു ഇതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആ കാത്തിരിപ്പ് ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും ക്ഷമയോടെ നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ക്ഷമ എന്നുള്ളതല്ല, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, ആരോടും അറ്റാച്ച്ഡ് ആവാതെ, എല്ലാറ്റിനെയും ഡിറ്റാച്ച്ഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത് ഇവർക്കും ഫീൽ ചെയ്യുന്നത് അതാണ്. ഇവർക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവരൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇവർ അത്രയും ക്ഷമയിൽ തന്നെയാണ് നിൽക്കുന്നത്. എത്രത്തോളം നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നുണ്ടോ അത്രത്തോളം അവർക്ക് ക്ഷമയും കൂടുന്നുണ്ട്. ആ ഒരു ക്ഷമ കൊണ്ട് മാത്രമാണ് അവരിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ അവരുടെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പാസ്റ്റ് തന്നെ അവരെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ശരിക്കും അതൊരു ഇറിറ്റേഷൻ പോലെയാണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത്. മൈൻഡും കൺട്രോളും കാണിക്കുന്നത് അതാണ്. അപ്പോൾ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ ശ്രമിക്കുമ്പോൾ ഈ ഓർമ്മകൾ വരുമ്പോൾ അത് ആർക്കായാലും ഇറിറ്റേഷനാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഇറിറ്റേഷൻ ഇവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതേസമയം അവർക്ക് അവിടെ ഇതിലൊരു സമാധാനവും വരുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരാനുള്ള കാരണം ഇത് കംപ്ലീറ്റ് കാർമിക് ആകാത്തത് കൊണ്ടാണ്. ഒരു ട്വിൻ ഫ്ലെയിം എനർജി തന്നെയാണ് എനിക്കിവിടെ കൂടുതലും കിട്ടുന്നത്. അപ്പോൾ ഈ സമയത്ത് രണ്ടുപേര് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഹയറോഫൻ്റ് ആണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാനുണ്ട്. ഈ റിലേഷൻഷിപ്പിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് കാര്യങ്ങൾ ഓപ്പണായിട്ട് വരാനുണ്ട്. ഈ ഹയറോഫൻ്റെ കാർഡിൽ 2 കീ കാണാൻ പറ്റും. അത് രണ്ടു പേർക്കും കീ ഉണ്ട്. അതായത് രണ്ടു പേർക്കും ഇനി ഓപ്പൺ ആക്കേണ്ട സമയമാണ്. അതായത് കീ അവിടെയുണ്ട്, ഇനി ഓപ്പൺ ആക്കിയിട്ട്, അതായത് എന്ത് ഓപ്പൺ ആക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി, നിങ്ങളെയാണ് ഓപ്പൺ ആക്കേണ്ടത്. അപ്പോൾ ആ ഒരു കീ ഇവിടെയുണ്ട്. 2 കീയും ഒരുമിച്ചാണുള്ളത്. രണ്ടു പേർക്കും ആ കീ അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടുപേരും ഓപ്പൺ ആക്കുക എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആ ഒരു ഓപ്പണിങ് സംഭവിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇനിയൊരു റീയൂണിയൻ കാണുന്നുള്ളൂ. ആ റീയൂണിയൻ ഇവിടെ എന്നായാലും പോസിബിളാണ്. ഒരിക്കലും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഒരു സമയം എത്തുമ്പോൾ ഡിവൈൻ തന്നെ നിങ്ങളെ ഒന്നിപ്പിക്കുന്നുള്ളതാണ്. കാരണം ഈ സമയത്ത് ഡിവൈനായിട്ട് തന്ന സെപ്പറേഷനാണ്. ആ ഒരു സെപ്പറേഷൻ ഡിവൈൻ തന്നതായതുകൊണ്ട് തന്നെ ഈ സെപ്പറേഷൻ ഇല്ലാതാക്കേണ്ടതും ഡിവൈനാണ്. ഇവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു റോളും ഇല്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും റോൾ എന്ന് പറയുന്നത് സ്വന്തം കാര്യം നോക്കി നടക്കുക എന്നുള്ളതാണ്. സെൽഫ് ഫോക്കസ് ആവുക, സെൽഫ് വാല്യൂ ഉണ്ടാവുക, ഇങ്ങനെ സെൽഫിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പോകുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ഡിവൈൻ്റെ കയ്യിലാണ്. സെപ്പറേഷൻ ഡിവൈൻ തന്നതാണെങ്കിൽ ഈ സെപ്പറേഷൻ ഇല്ലാതാക്കേണ്ടതും ഡിവൈൻ തന്നെയാണ്. അത് കൃത്യമായിട്ടുള്ള ഒരു ഡിവൈൻ ടൈം തന്നെ ആ ഒരു റീയൂണിയൻ നടക്കുന്നുള്ളതാണ്. നിങ്ങൾ പോലും വിചാരിക്കാത്ത ഒരു സമയത്തായിരിക്കും, വളരെ മിറാക്കിളായിട്ടായിരിക്കും ഈ ഒരു റീയൂണിയൻ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.